Good morning, dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഷ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി എന്താണ് ഹാഷിംഗ് എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയലിലെ റെക്കോർഡിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. കീയിൽ നിന്നും മെമ്മറി അഡ്രസ്സിലേക്കുള്ള മാപ്പിങ്ങിനെയാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഹാഷിംഗ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഹാഷ് ഫംഗ്ഷൻ. അങ്ങനെ പല രീതിയിലും നമുക്ക് ഹാഷിംഗ് നടത്താം. സോ ആ മെത്തേഡ്സ് ആണ് ഇവിടെ പറയുക. ഡിവിഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ്, ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ്, ലെങ്ത് ആൻഡ് ഇൻഡിപെൻഡന്റ് മെത്തേഡ്. അതിലെ നമ്മൾ ഡിവിഷനും മിഡ് സ്ക്വയർ മെത്തേഡും ഫോൾഡിംഗ് മെത്തേഡും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ കൂടുതൽ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് ഈ മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുക. സോ ഇന്ന് ഈ മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീനെ അതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കീയെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ റിമൈൻഡർ ആയിരിക്കും ഈ പർട്ടിക്കുലർ കീയുടെ അഡ്രസ്സ്. അതായത് നമുക്കൊരു കീ ഉണ്ട്, ആ കീനെ ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എടുക്കുക. ആ റിമൈൻഡർ എന്താണോ ആ വാല്യൂ, ആ പർട്ടിക്കുലർ വാല്യൂവിലായിരിക്കും നമ്മുടെ കീ അതിലുള്ള ഡേറ്റാനെ സ്റ്റോർ ചെയ്യുക. അതായത് കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ്, ആ അഡ്രസ്സിലായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യേണ്ട വാല്യൂ ഉണ്ടാവുക. മനസ്സിലായോ? അതായത് നമുക്കൊരു കീ വാല്യൂ, ഒരു റെക്കോർഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ വാല്യൂ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ റെക്കോർഡ് ഉള്ളത് ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കീ വാല്യൂവിന് ഈക്വലന്റ് ആയിട്ടുള്ള അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഈ കീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അതിന്റെ റിമൈൻഡർ എടുക്കുന്നു. ആ റിമൈൻഡർ എന്താണോ ആ നമ്പർ അഡ്രസ്സായിട്ട് വരുന്ന ലൊക്കേഷനിലായിരിക്കും ആ ഡേറ്റ ഉണ്ടാവുക. ഈ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഹാഷ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്: h of k ഈക്വൽ ടു k mod n. ഈ മോഡ് എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഈ n എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിവൈസർ ആണ്. ഇനി വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ചെയ്യുന്ന ഡിവൈസർ ആണ്. അപ്പൊ ഇപ്പം നമ്മുടെ മെമ്മറിയിൽ ഒരു നമ്പർ ഉണ്ട് എങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയറായിട്ടുള്ള ഒരു പ്രൈം നമ്പറെ ആയിരിക്കും നമ്മൾ ഡിവൈസർ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ 1000 എന്ന് പറയുന്ന ഒരു അഡ്രസ് ഉണ്ട്, മെമ്മറിയിൽ ഉണ്ട് എങ്കിൽ അതിന്റെ താഴെയായിട്ട് അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1000ന് നിയർ ആയിട്ട് വരുന്ന ഒരു പ്രൈം നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതിനെയാണ് ഡിവൈസർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് കീ വാല്യൂനെ ആ ഡിവൈസർ യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 1000 ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മെമ്മറി അഡ്രസ് ആയിട്ട്. അവിടെ ഒരു മെമ്മറി അഡ്രസ് അവിടെ ഉണ്ട്, അവിടെ ഓൾറെഡി ഒരു ഡേറ്റ ഉണ്ടെന്ന് കരുതുക. സോ അതിന് അടുത്ത നിയർ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത് 997 ആണ്, 997. സോ നമ്മൾ ഇതിനെ ചൂസ് ചെയ്യാണ്, ഈ നമ്പറിനെ ഡിവൈസർ ആയിട്ട്, അതായത് n ആയിട്ട് ചൂസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കുറച്ച് കീ വാല്യൂസ് ഇവിടെ ഉണ്ട്. ആ കീ വാല്യൂസിനെ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ ഒരു കീ വാല്യൂ ആണ് 1098. അപ്പൊ ഈ കീ വാല്യൂക്ക് ഈക്വലന്റ് ആയിട്ടുള്ള റെക്കോർഡ് എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ മോഡുലസ് ചെയ്യാണ് 997. അത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രൈം നമ്പർ 997 ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 109 ആണ്. സോ ഈ അഡ്രസ്സിലായിരിക്കും ഈ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ 1120, ഇതിനെയും നമ്മൾ 997 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 123 ആണ്. അവിടെയായിരിക്കും ഈ കീ വാല്യൂക്ക് ഈക്വലന്റ് ആയിട്ടുള്ള റെക്കോർഡ് സ്റ്റോർ ചെയ്യുക. അതുപോലെ അടുത്ത ഒരു വാല്യൂ ആണ് 1230. അതിനെ 997 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 233. സോ ഇവിടെയാണ് 1230ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നത്. ഈ അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ 2095, ഈ കീ വാല്യൂവിനെ നമ്മൾ 997 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ റിമൈൻഡർ കിട്ടുന്നത് 101 ആണ്. ആ ഡേറ്റയിലായിരിക്കും, മെമ്മറി അഡ്രസ്സിലായിരിക്കും ഈ കീ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. സോ ഇങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ഡേറ്റാനെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമുക്കൊരു കീ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ,
സോ ഇവിടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇപ്പം പല കീ വാല്യൂസ് ആണ് 1098ഉം 2095 രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കീ വാല്യൂസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് 101 സെയിം അഡ്രസ് ആണ്. സോ രണ്ട് കീ വാല്യൂ സെയിം അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇതിനെ നമ്മൾ കൊളീഷൻ എന്ന് പറയും. ഇതിനെങ്ങനെ റിസോൾവ് ചെയ്യാന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, കൊളീഷൻ റിസൊല്യൂഷൻ ടെക്നിക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ഡിവിഷൻ മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡ് സ്ക്വയർ മെത്തേഡ് ആണ്. മിഡ് സ്ക്വയർ മെത്തേഡ്. അപ്പൊ മിഡ് സ്ക്വയർ മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് 2 സ്റ്റെപ്പാണ് മെയിനായിട്ട് ഇവിടെ നടത്തുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മുടെ കീ വാല്യൂവിനെ ഒന്ന് സ്ക്വയർ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് മിഡിൽ വാല്യൂവിനെ എടുക്കും. ആ സ്ക്വയറിലെ ഏറ്റവും മിഡിലായിട്ടുള്ള വാല്യൂസിനെ എടുക്കും. അതാണ് ശരിക്കും നമ്മുടെ അഡ്രസ്സ്. ഓക്കെ, അപ്പം അതിനെ ജനറൽ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് h of k ഈക്വൽ ടു മിഡിൽ വാല്യൂ ഓഫ് k സ്ക്വയർ. ആദ്യം k സ്ക്വയർ കണ്ടുപിടിക്കും, അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും എടുക്കുക. സോ നമുക്ക് എങ്ങനെയാണ് മിഡ് സ്ക്വയർ മെത്തേഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം, അതായത് ഹാഷിംഗ് നടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കുറച്ച് കീ വാല്യൂസ് ഉണ്ട്. 5010, 5016, 5301, 5142. സോ ഈ കീ വാല്യൂവിനെ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്, സ്ക്വയർ കണ്ടുപിടിക്കും അല്ലെ. മിഡ് സ്ക്വയറിൽ ആദ്യം ചെയ്യുക സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. 5010യുടെ സ്ക്വയർ ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ചെയ്യേണ്ടത് മിഡിൽ വാല്യൂവിനെ എടുക്കും. അപ്പൊ ഇവിടെ എത്ര നമ്പേഴ്സിന്, ഇവിടെ കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. മിഡിൽ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര 2 ആണ് എടുക്കേണ്ടത്, 3 ആണോ 4 ആണോ, എത്ര ഡിജിറ്റ്സ് ആണ് എടുക്കേണ്ടതെന്നുള്ളത് ആ മെമ്മറി അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. ചില സിസ്റ്റം 3 ഡിജിറ്റ് ഉള്ള മെമ്മറി അഡ്രസ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുക, ചില സിസ്റ്റം 4 ഡിജിറ്റ് ആയിരിക്കും. സോ ഏതാണോ, ഏത് നമ്പർ ഓഫ് ഡിജിറ്റ്സിനെയാണോ, ഏത് ടൈപ്പിലുള്ളതാണോ ആ കമ്പ്യൂട്ടർ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് ആ ടൈപ്പിലുള്ള വാല്യൂസ് ആയിരിക്കും എടുക്കുക. അതായത് 3 ഡിജിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മൾ മിഡിലുള്ള 3 ഡിജിറ്റ്സ് ആയിരിക്കും എടുക്കുക. 4 ഡിജിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ 4 ഡിജിറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇപ്പം നമ്മൾ 3 ഡിജിറ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ മിഡിലുള്ള 3 ഡിജിറ്റിനെയാണ് അഡ്രസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഹിയർ 5016 ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിന്റെ മിഡിൽ വാല്യൂ എടുക്കുന്നു 160, അതാണ് അതിന്റെ അഡ്രസ്സ്. സോ അതുപോലെ തന്നെ ഈ 2 വാല്യൂ 5301 അതിന്റെ മിഡിൽ വരുന്നത് 100, 5142 അതിന്റെ മിഡിൽ വരിക, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, അതിന്റെ മിഡിൽ വരുന്നത് 440 ആണ്. സോ ഈ കീ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ അഡ്രസ്സിലായിരിക്കും. സോ ഇങ്ങനെയാണ് കീ വാല്യൂവിൽ നിന്ന് അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നത് മിഡ് സ്ക്വയർ മെത്തേഡിൽ. സോ ഇവിടെയും ഒരു കൊളീഷന്റെ സാധ്യതയുണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ കീ സെയിം അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ ഇതുപോലെയുള്ള കൊളീഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊളീഷൻ റിസൊല്യൂഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് മൂന്നാമത്തെ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ്. ഇതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഫോൾഡിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം കീ വാല്യൂവിനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരുന്ന പോലെയാണ് ഡിവൈഡ് ചെയ്യുക. ഓരോ പാർട്ടിലും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് വരുന്നത്. ആ രീതിയിലായിരിക്കും നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ ഫോൾഡ് ചെയ്യും, അതായത് അതിന്റെ റിവേഴ്സ് കണ്ടുപിടിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സിനെല്ലാം, ആ പാർട്സിനെ എല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പം അവിടെ നമുക്കൊരു റിസൾട്ട് കിട്ടും. അതിൻ്റെ അകത്ത് ക്യാരി വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. സോ ആദ്യം നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു, ദെൻ അതിനെ ഫോൾഡ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, റിസൾട്ട് എടുത്തു, ക്യാരി ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പം നമുക്കൊരു കീ വാല്യൂ ഇങ്ങനെയാണെന്ന് കരുതുക, 1005673 അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. നമ്മൾ അതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഡിവൈസുകളും അതിൻ്റെ മെമ്മറി അഡ്രസ്സ് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ 3 ഡിജിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 3 ഡിജിറ്റുള്ള പാർട്ടായിട്ടായിരിക്കണം.
പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 4 ഡിജിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണ് എങ്കിൽ നമ്മൾ 4 ഡിജിറ്റ് ആയിട്ടുള്ള പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിവിഷൻ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 3 ഡിജിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണ്. സോ 3 ഡിജിറ്റ് ഉള്ള പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ 3 ഡിജിറ്റ് ഒറ്റ പാർട്ടിലേക്ക് ആക്കുന്നു. അതായത് 734 ഒറ്റ പാർട്ടാണ്. ദെൻ അടുത്ത പാർട്ട് 056 3 ഡിജിറ്റ് ഉള്ള ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ അടുത്തത് നമുക്ക് 2 ഡിജിറ്റേ ഉള്ളൂ, ഇല്ല അല്ലേ? സോ ഇത് വേക്കൻറ്റ് പൊസിഷൻ ആണ്. ആ വേക്കൻറ്റ് പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇവിടെയും ഒരു 3 ഡിജിറ്റ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോൾഡഡ് ചെയ്യണം. ഫോൾഡിങ് മെത്തേഡിന് പേര് വരാൻ കാരണം അതാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഏറ്റവും സെൻട്രലിലുള്ള ആ പാർട്ടിനെ അങ്ങനെ തന്നെ എഴുതുകയാണ് 056. ഇനി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പാർട്ട് എടുക്കുന്നു, അതിനെ ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്യുന്നു പറയുമ്പം 4 എന്ന് പറയുന്നത് ഈ പൊസിഷനിലെത്തും, അങ്ങനെയാണ് 4 3 7. അതായത് റിവേഴ്സ് കണ്ടുപിടിക്കുന്നു. അതായത് പൊസിഷൻ ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 4 3 7 അങ്ങനെയാണ് വരുന്നത്. 4 3 7. ഇനി അടുത്ത പാർട്ട് ഇതാണ്. അപ്പം അവിടെ വരുന്നത് 0 1 പിന്നെ ഈ വേക്കൻറ്റ് പൊസിഷൻ. സോ അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ ആഡ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവിടെ 6 + 7 എന്ന് പറയുന്നത് 13 ആണ്. സോ 3 ഇവിടെ കൊടുത്തു, 1 ഇവിടെ ആഡ് ചെയ്തു. സോ 5 + 3 + 1 + 1 എന്ന് പറയുന്നത് 10 ആണ്. 0 ഇവിടെ കൊടുത്തു. ദെൻ 1 ഇവിടെ ഉണ്ട്. 4 + 1 = 5. സോ ഇവിടെ ക്യാരി ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഇവിടെ 15 വന്നിരുന്നെങ്കിൽ ഒരു 1 വന്നേന്, ഒരു ക്യാരി വന്നേന്. ആ 1നെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. സോ അതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ്. ഇവിടെ ക്യാരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 3 ഡിജിറ്റ് ഉള്ള വാല്യൂ ആണ്. സോ 503. സോ ഇതാണ് ഇതിൻ്റെ ഈ കീ വാല്യൂവിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ്. ഇങ്ങനെയാണ് ഫോൾഡിംഗ് മെത്തേഡിൽ നമ്മൾ കീ വാല്യൂവിനെ റിലേറ്റീവ് അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ അതിനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ ഫോൾഡ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ക്യാരി ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് റിസൾട്ട് എടുക്കുന്നു. ഓക്കെ, ഇതാണ് 3 മെത്തേഡ്. ഹാഷ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 3 മെത്തേഡുകളാണ് ഡിവിഷൻ, റിമൈൻഡർ മെത്തേഡ്, ദെൻ സെക്കൻഡ് വൺ മിഡ് സ്ക്വയർ മെത്തേഡ്, തേർഡ് വൺ ഫോൾഡിംഗ് മെത്തേഡ്. ഓക്കെ, താങ്ക് യു.